ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറേൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും പിന്നെന്താണ് പൊറോട്ട, പിന്നെ സ്നാക്സ്, പിന്നെന്താണ് ഞാൻ ഉണ്ടാക്കിയ ഓറഞ്ച്, ഞാൻ ഉണ്ടാക്കിയ നരിവ, പിന്നെ ചിക്കൻ എന്താ ഫ്രൂട്ട്സ്, പിന്നെ ഇത് ഉണ്ടായിരുന്നു. അതൊക്കെ അറിയോ? അത് എൻ്റെ നിങ്ങളവിടെ അറിയാം. ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഇപ്രാവശ്യത്തെ നോമ്പിനൊന്നും അധികമൊന്നും വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ദാഹം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. വിശപ്പൊന്നും ഇല്ലാണ്ട് ഉണ്ടായിട്ടില്ലേനു കേട്ടോ. പിന്നെ ഉള്ള പോലെ തന്നെ ആദ്യം എൻ്റെ ചെറിയ അനിയത്തിനെ നടുക്ക് കയറിയിരുന്നു നോമ്പിൽ. അപ്പോൾ പിന്നെ മൈൻഡ് ആക്കാനോ അങ്ങോട്ട് ഒന്നും പറയാൻ നിൽക്കാറില്ല കേട്ടോ. പിന്നെ എൻ്റെ മറ്റേ അനിയത്തി മുഴുവൻ നോമ്പ് കൊടുക്കും, പിന്നെ ഇത്രയും നോമ്പ് എടുത്തേക്കണെന്നൊക്കെയാണ് പറയണ്ടേ. ഇപ്പം അവിടെ എന്താണോ അവസ്ഥ നമുക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസ് ആയല്ല, ഓറഞ്ച് ജ്യൂസ് പക്കാ കഴിഞ്ഞൂട്ടാ. അവിടെ ഞാൻ ടൈലിന് കൊണ്ട് വെച്ചതേനു ഓറഞ്ച് ജ്യൂസ്. പിന്നെ ഞാൻ അതിൽ പഞ്ചസാര ഇട്ടിട്ട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ മിക്സി നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായുള്ളൂ. അപ്പം എന്താക്കി എനിക്കറിയാം, മിക്സി നന്നാക്കി കൊണ്ടുവന്ന വേറെ എന്തെങ്കിലും സാധനമായിട്ട് പിന്നെ പാടും അറിയില്ലേനു. അപ്പം ഞാൻ പോയിക്കാണ്ട് എന്താ ഓറഞ്ച് ജ്യൂസിൻ്റെ. അപ്പോൾ പിന്നെന്താ മിക്സി മെഷീൻ ചൊയ്യും, പിന്നെന്താണ് ഓറഞ്ച് ജ്യൂസിൻ്റെ മറ്റേ കയ്പ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞു പക്ഷെ കുടിച്ച് നോക്കുമ്പോൾ മനസ്സിലായി മൊത്തം കിളിവ് അതിനാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത് ജസ്റ്റ് വെച്ചാണ്ട് ആരും അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടായിരുന്നു, പിന്നെ അടുത്തുള്ള വീട്ടിൽ നിന്ന് സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് തിന്നു. പിന്നെ നൊങ്കൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഉമ്മ ഇങ്ങനെ പറയലുണ്ടായിരുന്നു, അപ്പം അങ്ങനെ ഉമ്മ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ പൊറോട്ടയും പിന്നെ തിന്ന വയറ് ഫുള്ളായി. ഞാൻ ഇതൊക്കെ വേസ്റ്റ് ഉണ്ടല്ലോ കേട്ടോ. ഞാൻ മറ്റേ വെള്ളം കുടിച്ചു, തിന്നാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യട്ടെ ഞങ്ങൾ മൂന്നാളും ഒരു ഫ്രെയിമിൽ വരില്ലേ. അങ്ങനെ കൂടെ എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഉമ്മ എന്തായാലും സൈഡിലിരിക്കും, പിന്നെ ഉമ്മ അങ്ങനെ ഓരോന്നും പറഞ്ഞു തരും. ഞാൻ ഇവളെ എത്ര ഫ്രെയിമിൽ നിന്ന് മാറ്റാൻ നോക്കിയാലും ഈ പെണ്ണ് അതിൻ്റെ ഉള്ളിൽ തന്നെ പെടുകയുള്ളൂ. സാധാരണ എൻ്റെ ഒരു നോമ്പ് തുറ എങ്ങനെയാണോ അത് ഞാൻ അൺഫിൽറ്റേർഡ് ആയിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ വന്ന് കുറച്ച് കോപ്രായ എക്സ്ട്രാ ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ അതൊക്കെ ക്ഷമിക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നോമ്പിനൊക്കെ ഭയങ്കര ദാഹമാണ്. വിശപ്പ് ഒരു തുള്ളി ഇല്ലെങ്കിലും ഈ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഒരു വില അറിയുന്ന സമയമാണ് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ആക്കില്ല അതെന്തൊരു പോകണ്ടല്ല എന്താ ചെറിയ ഞാൻ ആദ്യം ഗാഹികമായി മാനസികമായി അപ്പോൾ ഇനി ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു നോമ്പ് തുറക്കാനുള്ള ആ ഒരു ഫുഡ് അങ്ങനത്തെ ആ ഒരു നോമ്പ് തുറേൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ എന്താണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടേണ്ടിട്ട് എൻ്റെ നോമ്പ് തുറേൻ്റെ ആ ഒരു വിശേഷങ്ങൾ. അപ്പം അങ്ങനെ നോമ്പൊക്കെ തുറന്നു, പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കാരണം ഈ ഒരു സമയത്താണ് അതായത് ഇങ്ങനെ എക്സാം ഇങ്ങനെ വരുന്നത് ഈ ഒരു നോമ്പ് കാലത്ത് തന്നെ കേട്ടോ. ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ എന്തായാലും ഞാൻ പഠിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈവ് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ.